അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സാമ്പത്തിക രംഗത്തെ ചൂഷണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ലോൺ ആപ്പ് എന്ന പേരിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തട്ടിപ്പുകളെക്കുറിച്ചുമാണ്. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ജാഗ്രതയും സൂക്ഷ്മതയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മലയാളികൾ ഡിജിറ്റൽ രംഗത്ത് വലിയ മുന്നേറ്റം സാധിച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തിക അച്ചടക്കവും ഡിജിറ്റൽ സാക്ഷരതയും നമുക്ക് കുറവാണ്. അതുകൊണ്ടാണ് വലിയ വലിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ വലിയ ട്രാപ്പിലും ആപ്പിലും കുടുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ ആത്മഹത്യയിലൂടെയാണ് പുറം ലോകത്തേക്ക് വലിയ കഥകൾ പുറത്തു വരുന്നത്. ലോൺ ആപ്പ് എന്ന് പറയുന്ന ജനങ്ങളുടെ ഡാറ്റകൾ മോഷണം നടത്തുകയും നിരന്തരമായി അവരുടെ നമ്പറുകളിലേക്ക് സാമ്പത്തിക വാഗ്ദാനവും വായ്പയും മോഹന വാഗ്ദാനങ്ങളും നൽകി ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടുകൾ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രംഗത്ത് വലിയ ശ്രദ്ധയും ജാഗ്രതയും കൈക്കൊള്ളൽ വളരെയധികം അത്യാവശ്യമാണ്. നമുക്കറിയാം, നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോൺ ആപ്പിൻ്റെ പ്രതികൾ അവരെ പിടിക്കാൻ പോലും കഴിയാതെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലോൺ ആപ്പിൽ നിന്ന് വെറും 15,000 രൂപ മാത്രമാണ് നിതിൻ രാജ് വായ്പ എടുത്തതായി പറയപ്പെടുന്നത്. അതിൽ 13,000 രൂപ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളതെന്ന് പറയുന്നു. പക്ഷേ തിരിച്ചടവ് വൈകിയതിൻ്റെ പേരിൽ, തെറ്റിയതിൻ്റെ പേരിൽ 39,500 രൂപയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പലിശയായി ഈ സംവിധാനം ചുമത്തിയിരിക്കുന്നത്. RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഉത്തരവ് പ്രകാരം എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും അവരുടെ ഇത്തരം ഓൺലൈൻ രംഗത്തുള്ള ആപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും മനുഷ്യൻ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ കുടുങ്ങുമ്പോൾ ഇത്തരം വലകളിൽ വീഴുകയും അവരറിയാതെ പറ്റിക്കപ്പെടുകയുമാണ്. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മുഴുവൻ വിവരങ്ങളും, നമ്മുടെ മെമ്മറിയിലെ ഫോട്ടോകളടക്കം, നമ്മുടെ കോൾ ലിസ്റ്റിലെ നമ്പറുകളടക്കം അവർ കൈവശപ്പെടുത്തുകയും പ്രത്യേകമായ സെർവറുകളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ജീവനും മാനത്തിനും വലിയ ഭീഷണി സൃഷ്ടിക്കുന്ന അവസ്ഥയിൽ ഒരു സാമൂഹികമായ വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം മണി ചെയിൻ സംവിധാനങ്ങൾ. ഇവിടെ കൃത്യമായും ഇതിലൊരു പഠനവും അതുപോലെ തന്നെ സാക്ഷരതയും നേടൽ നമുക്ക് അനിവാര്യമാണ്. വിശുദ്ധ ഇസ്ലാം വളരെയധികം കണിശമായും കർക്കശമായിട്ടും ആണ് ഈ സാമ്പത്തിക രംഗത്തെ ഓരോ ഇടപെടലുകളും നടത്തുന്നതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യൻ പലിശാധിഷ്ഠിതമായ വ്യവസ്ഥിതിയുടെ ഇടപാടുകളുടെ ഭാഗമായി മാറുന്നതിനെക്കുറിച്ച് വിശ്വാസികൾ വളരെയധികം ഗൗരവത്തോടെ ഓർക്കേണ്ടതുണ്ട്. ലഅനല്ലാഹു ആക്കില റിബ വമുക്കിലഹു വകാത്തിബഹു വഷാഹിദേ. പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നീക്കങ്ങളെയും, ഇടപാട് നടത്തുന്നവനെയും അത് കഴിക്കുന്നവനെയും അതിൻ്റെ സാക്ഷികളെയും എല്ലാം അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നത് ഹദീസിൽ വന്ന വലിയ ഗൗരവതരമായ ഓർമ്മപ്പെടുത്തലാണ്.
അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടം അല്ലാഹു ഹലാലാക്കുകയും അനുവദിക്കുകയും പലിശ നിഷിദ്ധമായി കൽപ്പിക്കുകയും ചെയ്തത് ഇത്തരം മനുഷ്യജീവനും മനുഷ്യൻ്റെ സമാധാനത്തിനും വില കൽപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നാം സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ അത് ഏതൊക്കെ വഴിക്കാണ് നമ്മിലേക്ക് എത്തുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമായ ചിന്തകൾ വിശ്വാസികൾക്കുണ്ടാവേണ്ടതുണ്ട്. ലാ തസൂലു ഖദമു ബിനി ആദം, ഒരാൾക്കും നാളെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഹത്താ യുസ്അല അൻ ഖംസ്, 5 കാര്യങ്ങൾ, 5 ചോദ്യങ്ങൾ നേരിടാതെ. അതിലൊന്ന് വാൻ മാലിഹി, അവൻ്റെ സാമ്പത്തികമായ സോഴ്സുകളെക്കുറിച്ചാണ്, അവൻ്റെ ഇൻകം വരുമാനത്തെക്കുറിച്ചാണ്, അവൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പണങ്ങളെക്കുറിച്ചാണ്, അവൻ്റെ സാമ്പത്തികമായ വ്യവഹാരങ്ങളെക്കുറിച്ചാണ്. അത് മിൻ ഐനക്തസബ്, എവിടെ നിന്നൊക്കെയാണ് അത് സമ്പാദിച്ചത്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് അവന് ഈ കാശുകൾ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, എത്ര കാശുണ്ടെങ്കിലും അത് അടിച്ചു പൊളിച്ച് എങ്ങനെയും ചെലവഴിക്കാമെന്നതല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തികമായ അച്ചടക്കം. വഫീമ അൻഫഖ, ഏതെല്ലാം കാര്യങ്ങളിൽ അവൻ ചെലവഴിച്ചു എന്നുകൂടി ഉള്ള ചോദ്യം നാളെ അവനെ കാത്തിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് പലിശ ഒരു നിലക്കും നമുക്ക് അംഗീകരിക്കാനോ അനുവദിക്കാനോ തരമില്ല. ആ പലിശാധിഷ്ഠിതമായ എല്ലാ ഇടപാടുകളിൽ നിന്നും മാറി നിൽക്കാത്ത കാലത്തോളം നമുക്ക് സാമ്പത്തികമായൊരു അഭിവൃദ്ധിയും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല ഖുർആനിൽ വ്യക്തമായി നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ നിതിൻ രാജിൻ്റെ മാത്രമല്ല, ആയിരക്കണക്കിന് പേർ ഈ ലോൺ ആപ്പ് അടക്കമുള്ള ആപ്പുകളിൽ നിന്ന് അവർ വായ്പ എടുത്തതായും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതായും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സാമ്പത്തികമായ വിശുദ്ധിയോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.